നൈസ് ദിങ്കസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 7ാം ക്ലാസ്സുകാരുടെ ഗണിതത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. 2 മണിക്കൂറാണ് എക്സാം ടൈം. പൊതുവായ നിർദ്ദേശങ്ങൾ നോക്കൂ. മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. തന്നിരിക്കുന്ന 8 മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏതെങ്കിലും 6 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, പ്രവർത്തനത്തിലേക്ക് പോകാം. പ്രവർത്തനം 1, ചുറ്റളവും പരപ്പളവും. 330 സെൻറ്റിമീറ്റർ വീതം ചുറ്റളവുള്ള 2 ചതുരങ്ങളിൽ ഒന്നിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 8:7 ആണ്. രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 6:5 ആണ്. നോക്കുക, ചുറ്റളവ് തന്നിട്ടുണ്ട്. ചുറ്റളവ് 2 ചതുരത്തിൻ്റെയും ചുറ്റളവ് 330 സെൻറ്റിമീറ്റർ വീതമാണ്. എന്നാൽ ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 8:7 ആണ് അല്ലേ? എന്നാൽ രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 6:5 ആണ്. ഇനി എന്താ ചോദ്യം നോക്കൂ. ഒന്നാമത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും കാണുക. ഒന്നാമത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും കാണണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും കാണുക. ഒന്നാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് കാണുക. രണ്ടാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് കാണുക. ഏതിനാണ് പരപ്പളവ് കൂടുതൽ, എത്ര കൂടുതൽ? കണ്ടല്ലോ, 5 ക്വസ്റ്റ്യനാണുള്ളത്. ആദ്യം 2 ചതുരങ്ങളുടെയും നീളവും വീതിയും കാണണം. പിന്നെ ഒന്നാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് കാണണം. രണ്ടാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് കാണണം. അതിൽ ഏതിൻ്റെ പരപ്പളവാണ് കൂടുതൽ, എത്രയാണ് കൂടുതൽ? എങ്ങനെ കാണാം? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് നീളവും വീതിയും തമ്മിൽ കൂട്ടിയതിനെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും കൂട്ടി അതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടി? നമുക്ക് 330 കിട്ടി അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും എങ്ങനെ കാണാം? ഒന്നാമത്തെ ചതുരത്തിൻ്റെ നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് 330 ഡിവൈഡഡ് ബൈ 2. അതായത് ഡിവൈഡഡ് ബൈ 2 അങ്ങനെ വന്നത്. ആദ്യം സമത്തിനപ്പുറത്ത് നീളവും വീതിയും 2 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? നീളം വീതി മാത്രം കാണാൻ ഉത്തരത്തെ അല്ലെങ്കിൽ ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിക്കുക. അപ്പോൾ എത്ര കിട്ടും? 165 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ? 165 സെൻറ്റിമീറ്റർ. ഈ 165 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? നീളം പ്ലസ് വീതിയാണ്. ഒന്നാമത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയുമാണ് എത്ര? 165 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്ക് നീളം പ്ലസ് വീതി അല്ല കാണേണ്ടത്. നീളം കാണണം, വീതി കാണണം അല്ലേ? ഇനി എങ്ങനെ നീളം കാണും? നീളം കാണാൻ നമുക്കിവിടെ റേഷ്യോ തന്നിട്ടുണ്ട്, അംശബന്ധം തന്നിട്ടുണ്ട് അല്ലേ? ഒന്നാമത്തെ ചതുരത്തിൻ്റെ അംശബന്ധം എന്ന് പറയുന്നത് 8:7 ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? അവ തമ്മിൽ കൂട്ടിയിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എങ്ങനെ? ഒന്നാമത്തെ ചതുരത്തിൻ്റെ നീളം കാണാൻ നീളവും വീതിയും കൂടെ കൂട്ടിയപ്പോൾ 165 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. 165നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 15 എന്ന് പറയുന്നത് ഏതാ? നീളവും വീതിയും തമ്മിൽ കൂട്ടിയതാ. അതായത് അംശബന്ധങ്ങൾ തന്നിട്ടുണ്ട്. കൂട്ടുക. നീളം എന്ന് പറയുന്നത് എത്രയാ? 8 അല്ലേ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ എത്ര കിട്ടും? 88 സെൻറ്റിമീറ്റർ. നീളം എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീതി കാണാം. 165 ഇൻറ്റു 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 77 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചതുരത്തിൻ്റെ നീളം 88 സെൻറ്റിമീറ്റർ, ഒന്നാമത്തെ ചതുരത്തിൻ്റെ വീതി 77 സെൻറ്റിമീറ്റർ. ഈ ഒന്നാമത്തേത് കണ്ടതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഇനി പരപ്പളവ് കാണാൻ, ഒന്നാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ എന്ത് ചെയ്യും? പരപ്പളവ് കാണാൻ നീളം ഗുണം വീതി. നീളവും വീതിയും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നീളം ഗുണം വീതി 88 ഇൻറ്റു 77 എത്ര കിട്ടും? 6776 സെൻറ്റിമീറ്റർ സ്ക്വയർ, അത് ചതുരശ്ര സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ചതുരത്തിൻ്റെ എങ്ങനെ? നീളവും വീതിയും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. 90 സെൻറ്റിമീറ്റർ എന്നും 75 സെൻറ്റിമീറ്റർ എന്നും. പരപ്പളവ് കാണാൻ അവ തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുക. 90 ഇൻറ്റു 75 6750 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ഏതാ കൂടുതൽ? 6776 ആണോ വലുത്? 6750 ആണോ വലുത്? നമുക്കറിയാം 6776 ആണ്. അപ്പോൾ ഒന്നാമത്തെ ചതുരത്തിനാണ് പരപ്പളവ് കൂടുതൽ. എത്ര കൂടുതൽ?
എത്ര എന്ന് കാണാൻ എന്ത് ചെയ്യും? വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക. അപ്പോൾ ഉത്തരം കിട്ടും. 6776 നിന്ന് 6750 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 26 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ചതുരത്തിന് 26 ചതുരശ്ര സെൻറ്റിമീറ്ററാണ് കൂടുതൽ. ഓക്കെ, രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. തീവണ്ടിയുടെ വേഗത കാണാനാണ്. 240 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 108 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അതായത് ഒരു മണിക്കൂറിൽ 108 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഈ തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കും? മണിക്കൂറിൽ 108 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ദൂരം അത് സഞ്ചരിക്കും? ഇനി സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരാളെ കടന്നു പോകാൻ ഈ തീവണ്ടി എത്ര സമയമെടുക്കും? അടുത്തത് 150 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര സമയമെടുക്കും? ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഒരു സെക്കൻഡിൽ തീവണ്ടി സഞ്ചരിക്കുന്ന വേഗത എങ്ങനെ കാണാം? 108 കിലോമീറ്റർ വേഗതയിലാണ് മണിക്കൂറിൽ 108 കിലോമീറ്റർ വേഗതയിലാണ് തീവണ്ടി സഞ്ചരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് കാണേണ്ടത് സെക്കൻഡിലാണ്. സെക്കൻഡിൽ കാണാൻ എന്ത് ചെയ്യാം? 108 ഇൻറ്റു 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 60. മിനിറ്റും സെക്കൻഡും ഉണ്ട് അല്ലേ? സെക്കൻഡാണ് നമുക്ക് വേണ്ടത്. 60 ഇൻറ്റു 60 ക്രിയ ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 30 മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡിൽ 30 കിലോമീറ്റർ അല്ല, 30 മീറ്റർ. ഓക്കെ, 30 മീറ്റർ. നോക്കൂ, സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരാളെ കടന്നു പോകാൻ തീവണ്ടി എടുക്കുന്ന സമയം എത്രയാ? അതായത് ഒരു സെക്കൻഡിൽ 30 മീറ്ററാണ് തീവണ്ടി സഞ്ചരിക്കുന്നത്. തീവണ്ടിയുടെ ആകെ നീളം 240 ഒരാൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് നീളം ഒന്നുമില്ലല്ലോ. ഒരു പോസ്റ്റ്, ഒരാൾ, ഇതിനൊക്കെ നിൽക്കുമ്പോൾ അതിന് നമ്മൾ ബോധരേണ്ട ആവശ്യമില്ല. ആ തീവണ്ടിയുടെ നീളത്തെ നമ്മുടെ ദൂരം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്രയാണ് സഞ്ചരിക്കുന്നത്? 30 മീറ്ററാണ്. അപ്പോൾ 240നെ 30 മീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 8 സെക്കൻഡ് സമയം കിട്ടും. നീളത്തെ ദൂരം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടൈം കിട്ടും. ഓക്കെ, ഇനി 150 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകാനാണെങ്കിലോ? തീവണ്ടിക്കൊരു നീളമുണ്ട്, പ്ലസ് ഈ പ്ലാറ്റ്ഫോം, പാലം, ഇതൊക്കെ വന്നാൽ അവ തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ 240 പ്ലസ് 150 ഡിവൈഡഡ് ബൈ ഒരു സെക്കൻഡിലെ ദൂരം 30. എത്ര? 390 ഡിവൈഡഡ് ബൈ 30, 13 സെക്കൻഡ്. ക്ലിയർ ആണോ? ഒരാളെ കടന്നു പോകാൻ 8 സെക്കൻഡ്, ഒരു പാലം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ 13 സെക്കൻഡ്. മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ത്രികോണം വരയ്ക്കാം. നോക്കൂ, ത്രികോണം ABC-യിൽ AB 7 സെൻറ്റിമീറ്റർ, കോൺ A 60 ഡിഗ്രി, കോൺ B 55 ഡിഗ്രി ആയാൽ ത്രികോണം ABC നിർമ്മിക്കുക. രണ്ടാമത് കോൺ C അളന്നെഴുതുക. അടുത്തത് BC AC ഇവയുടെ നീളം അളന്നെഴുതുക. ഓക്കെ, അപ്പോൾ നോക്കൂ, ത്രികോണം ABC-യിൽ AB 7 സെൻറ്റിമീറ്റർ, കോൺ A 60 ഡിഗ്രി, കോൺ B 55 ഡിഗ്രി ആയാൽ ത്രികോണം ABC നിർമ്മിക്കുക. പറ്റുമല്ലോ, സിമ്പിളായിട്ട് ചെയ്യാമല്ലോ അല്ലേ? 7 സെൻറ്റിമീറ്റർ പാദം വരയ്ക്കുക, അതായത് AB വരയ്ക്കുക. എയിൽ നിന്ന് 60 ഡിഗ്രി പ്രൊട്ടാക്ടർ വെച്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ബിയിൽ നിന്ന് 55 ഡിഗ്രി പ്രൊട്ടാക്ടർ വെച്ച് അടയാളപ്പെടുത്തുക. ആ രേഖ ചേർത്ത് വരയ്ക്കുക. ഓക്കെ, ഇനി കോൺ A 60 ഡിഗ്രിയാണ്, കോൺ B 55 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ കോൺ C എത്രയായിരിക്കും? ഒരു ത്രികോണത്തിൻ്റെ ആകെ അളവ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? 180 ഡിഗ്രിയാണ്. അപ്പോൾ കോൺ A 60 ഡിഗ്രി, കോൺ B 55 ഡിഗ്രി. അപ്പോൾ കോൺ C എത്രയായിരിക്കും? 65 ഡിഗ്രി. 60 ഡിഗ്രിയും 55 ഡിഗ്രിയും കൂടെ ആയപ്പോൾ എത്രയായി? 115 ആയി. 115നോടൊപ്പം 65 കൂട്ടുമ്പോൾ 180. അപ്പോൾ 65 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ. BC AC ഇവിടെ നീളം അളന്നെഴുതുക. ABയുടെ നീളം 7 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അളന്നെഴുതുമ്പോൾ എത്ര കിട്ടും? AC 6.4 സെൻറ്റിമീറ്ററും BC 6.8 സെൻറ്റിമീറ്ററും കിട്ടും. ഓക്കെ കൂട്ടരെ, അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ്.